പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ചെമ്പരത്തിപ്പൂ വെച്ച് നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ഫേസ് പാക്കാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. നല്ല റിസൾട്ട് കിട്ടുന്നതാണ്. മുഖത്തുണ്ടാകുന്ന കറുത്ത പാടുകളും തുടർച്ചയായിട്ടുള്ള അതിൻ്റെ ഉപയോഗം കൊണ്ട് തന്നെ, അല്ലാതെ ഒരു ദിവസം തേച്ചതുകൊണ്ട് മുഖത്തെ കറുത്ത പാടുകളെല്ലാം പോകുമെന്നല്ല പറയുന്നത്. അതിൻ്റെ തുടർച്ചയായ ഉപയോഗം കൊണ്ട് തന്നെ മുഖത്തുണ്ടാകുന്ന കറുത്ത പാടുകളെല്ലാം പോകുന്നതിനും, അതുപോലെ തന്നെ മുഖത്തുണ്ടാകുന്ന ടാനൊക്കെ, വെയിലൊക്കെ കൊണ്ട് ഉണ്ടാകുന്ന ടാനൊക്കെ പോകുന്നതിന് വളരെയധികം സഹായിക്കുന്നതാണ്. നമ്മുടെ മുഖത്തുണ്ടാകുന്ന ടാനൊക്കെ മാറുന്നതിന് ഒരു ദിവസം കൊണ്ട് തന്നെ ടാനൊക്കെ മാറാനായിട്ട് വളരെയധികം സഹായിക്കുന്ന ഒരു പാക്കാണിത്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്നും എന്തൊക്കെയാണ് ഇതിന് വേണ്ടുന്നതെന്നും ഒക്കെ നമുക്ക് നോക്കാം. വീഡിയോയിലേക്ക് പോകാം. നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഫേസൊക്കെ നല്ലൊരു ക്ലിയർ ആവുന്നതിനും അതുപോലെ തന്നെ ടാനൊക്കെ പെട്ടെന്ന് മാറുന്നതിനും ഒക്കെ വളരെയധികം സഹായിക്കുന്ന ഒരു പാക്കാണ്. അതിനായിട്ട് നമ്മൾ ചെമ്പരത്തിപ്പൂവാണ് എടുത്തിട്ടുള്ളത്. ഈ 5 ഇതിലുള്ള ചെമ്പരത്തിപ്പൂ തന്നെ എടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. നമുക്കതിൻ്റെ പൂമ്പൊടി എല്ലാം എടുത്ത് ഇങ്ങനെ മാറ്റിയേക്കാം. നമുക്ക് പൂമ്പൊടിയുടെ ആവശ്യമൊന്നുമില്ല. പൂമ്പൊടി എല്ലാം എടുത്ത് മാറ്റാം. മാറ്റിയതിന് ശേഷം നന്നായിട്ട് നമുക്കൊന്ന് കഴുകിക്കൊണ്ട് വരണം. കാരണം നമ്മൾ ഫേസിലൊക്കെ അപ്ലൈ ചെയ്യുന്നതായതുകൊണ്ട് തന്നെ നന്നായിട്ട് കഴുകിയൊക്കെ എടുത്തില്ലെന്നുണ്ടെങ്കിൽ അതിൽ ചിലപ്പോൾ എന്തെങ്കിലും പക്കി കീടങ്ങളും ഒക്കെ ഉണ്ടായിരിക്കും. അതൊക്കെ നമുക്ക് മുഖത്ത് നമ്മൾ ഗുണം ചെയ്യുന്നതിനേക്കാൾ അധികം ദോഷമായിട്ട് വരും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കൊന്ന് കഴുകി വൃത്തിയാക്കിക്കൊണ്ട് വരാം. ഇനിയിപ്പോൾ അടുത്തതായിട്ട് നമ്മൾ ഇതിലേക്ക് ഒരു അലോവേര എടുത്തിട്ടുണ്ട്. അലോവേര എടുത്ത് കട്ട് ചെയ്ത് നന്നായിട്ട് കഴുകിയതിന് ശേഷം കട്ട് ചെയ്യുക. കട്ട് ചെയ്തതിൻ്റെ സൈഡെല്ലാം കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഇതും കൂടി എടുത്ത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. അതിന് മുമ്പിട്ട് നമുക്കിത് മിക്സിയുടെ ഒരു ജാറിലേക്ക്, ചെമ്പരത്തിപ്പൂ മിക്സിയുടെ ഒരു ജാറിലേക്ക് ഇട്ട് കൊടുത്തു. അടുത്തതായിട്ട് നമ്മൾ ആ പാത്രത്തിലേക്ക് തന്നെ കുറച്ച് വെള്ളം എടുത്ത് വയ്ക്കുന്നുണ്ട്. കുറച്ച് വെള്ളം എടുത്ത് വെച്ചു. അതിലേക്ക് വേണം നമ്മൾ ഈ അലോവേര നമുക്ക് കട്ട് ചെയ്തതിന് ശേഷം, ഇതുപോലെ കട്ട് ചെയ്തതിന് ശേഷം ഇട്ട് കൊടുക്കാനായിട്ട്. കാരണം അലോവേര എടുക്കുമ്പോൾ പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കേണ്ടുന്ന കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അത് കട്ട് ചെയ്ത് അരമണിക്കൂർ നേരം നമ്മൾ മാറ്റി വെച്ചിരിക്കണം. അതിലുണ്ടാകുന്ന ആ മഞ്ഞ ലിക്വിഡൊക്കെ കളയാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇല്ലെന്നുണ്ടെങ്കിൽ അത് ചില ആൾക്കാർക്കൊക്കെ ഇൻഫെക്ഷനൊക്കെ ഉണ്ടാവാനായിട്ട് കാരണമാണ്. അപ്പോൾ ഞാനിപ്പോൾ ഇതുപോലെ എടുത്തിട്ടുണ്ട്. നമുക്ക് സ്പൂൺ വെച്ച് വേണമെന്നുണ്ടെങ്കിൽ ഇതിഞ്ഞ് എടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇതുപോലെ ഇനി കട്ട് ചെയ്തെടുക്കുകയാണ്. ഇതേപോലെ ഇനി കിട്ടണം. ഇതുപോലെ കിട്ടി നമുക്കത് വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് കഴുകിയെടുക്കുക. അതിന് ശേഷം നന്നായിട്ടൊന്ന് കഴുകിയെടുത്തതിന് ശേഷം ഇതും കൂടി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിപ്പോൾ നമ്മൾ മിക്സിയുടെ ജാറിലേക്ക് ചെമ്പരത്തിപ്പൂവും അതുപോലെ തന്നെ അലോവേരയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അലോവേര നന്നായിട്ട് കഴുകിയതിന് ശേഷം വേണം ഇട്ട് കൊടുക്കാനായിട്ട്. ഇതും കൂടി ഇട്ട് കൊടുത്തു. ഇനി അടുത്തതായിട്ട് ഞാനിപ്പോൾ ഒരു തക്കാളി എടുത്തിട്ടുണ്ട്. തക്കാളിയും കൂടി നമുക്ക് കട്ട് ചെയ്ത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അരയുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചിട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തിട്ടുണ്ട്. അടുത്തതായിട്ട് ഇനി ഇട്ട് കൊടുക്കുന്നത് കസ്തൂരി മഞ്ഞളിൻ്റെ പൊടിയാണ്. കസ്തൂരി മഞ്ഞളിൻ്റെ പൊടി 1/4 ടീസ്പൂണിന് വേണ്ടിയിട്ട് ഇട്ട് കൊടുത്തു. ഒരു 1/2 ടീസ്പൂണിന്, ഈ സ്പൂണിന് ഒരു 1/2 സ്പൂണിന് വേണ്ടിയിട്ട് അരിപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടി നല്ല രീതിയിൽ മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ടൊന്ന് അടിച്ചുകൊണ്ട് വരാം. ഇപ്പോൾ ഇത് മിക്സിയുടെ ജാറിൽ നന്നായിട്ടൊന്ന് അരച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കൊന്ന് തുറന്ന് നോക്കാം. നല്ല ഫൈനായിട്ട് അരച്ചെടുക്കണം. ഉണ്ടല്ലേ, നല്ല ഫൈനായിട്ട് അരഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് നല്ല ഫൈനായിട്ട് അത് അരഞ്ഞ് കിട്ടിയിട്ടുണ്ട്. കണ്ടോ, നല്ലതായിട്ട് അരഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഇത് നമ്മുടെ മുഖത്ത് അപ്ലൈ ചെയ്യുന്നതിന് മുന്നിട്ട് നമുക്ക് ചേർക്കണം. അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. എങ്ങനെയാണ് മുഖത്ത് അപ്ലൈ ചെയ്യുന്നതെന്നും ഒക്കെ നമുക്ക് നോക്കാം. വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ ഇതുപോലെ പാക്കെല്ലാം തയ്യാറാക്കി നന്നായിട്ട് എല്ലാം നല്ല രീതിയിൽ അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. ഇതിലേക്ക് ഇനിയിപ്പോൾ നമുക്ക് 1-2 ഇൻഗ്രീഡിയൻസ് കൂടി ചേർക്കാനായിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ഇത് തോനെയുണ്ട്. ഇത്രയും നമുക്ക് ഫേസിൽ അപ്ലൈ ചെയ്യാനായിട്ട് വേണ്ട. നമുക്ക് വേണ്ടുന്ന ആവശ്യത്തിനുള്ളത് മാത്രം ഞാനിപ്പോൾ ഇതുപോലെ ഒരു പാത്രത്തിലേക്ക് എടുക്കുന്നുണ്ട്. എൻ്റെ ഫേസിലേക്ക് ആവശ്യമുള്ളത് മാത്രം ഞാൻ എടുക്കുകയാണ്. ആദ്യമായിട്ട് ഇനിയിപ്പോൾ ചേർക്കുന്നത് ഗ്ലിസറിനാണ്. നമ്മളൊരു 3 തുള്ളിക്ക് വേണ്ടിയിട്ട് ഗ്ലിസറിൻ ചേർത്ത് കൊടുക്കാം. കാരണം തോനെ നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ അതിനനുസരിച്ചുള്ള ഗ്ലിസറിനോട് ചേർത്ത് കൊടുക്കണം.
ഇനി അടുത്തതായിട്ട് നമുക്ക് ഒരു വൈറ്റമിൻ ഇ ക്യാപ്സ്യൂളാണ് ചേർത്ത് കൊടുക്കാനുള്ളത്. കാരണം അത് സ്കിപ്പ് ചെയ്യുകയേ ചെയ്യരുത്. അത് നമ്മുടെ ഫേസിലുണ്ടാകുന്ന കറുത്ത പാടുകളൊക്കെ മാറുന്നതിനും അതുപോലെ തന്നെ മുഖത്ത് ചുളിവുകളൊക്കെ വരാതിരിക്കുന്നതിനും ഒക്കെ വളരെയധികം സഹായിക്കുന്നതാണ് വൈറ്റമിൻ ഇ ക്യാപ്സ്യൂൾ എന്ന് പറയുന്നത്. നമ്മൾ ഏത് പാക്ക് ഉപയോഗിക്കുമ്പോഴും വൈറ്റമിൻ ഇ ക്യാപ്സ്യൂൾ അതിലേക്ക് അപ്ലൈ ചെയ്യുന്നത് വളരെയധികം നല്ലതാണ്. ഞാനിപ്പോൾ ഒരു വൈറ്റമിൻ ഇ ക്യാപ്സ്യൂൾ എടുത്തിട്ടുണ്ട്. അത് നമുക്കിതിലേക്ക് പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം. ഒഴിച്ചു കൊടുത്തതിന് ശേഷം നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കണം. നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തു. ഇനിയിപ്പോൾ അത് മുഖത്ത് നമുക്ക് അപ്ലൈ ചെയ്യാം. അതിന് മുമ്പിട്ട് നമ്മുടെ ഫേസെല്ലാം നന്നായിട്ട് വാഷ് ചെയ്തിട്ടിരിക്കണം. വാഷ് ചെയ്ത മേക്കപ്പ് ഒന്നും ഇട്ടതിന് ശേഷം ഈ പാക്ക് എന്നല്ല, ഒരു പാക്ക് മേക്കപ്പ് ഇട്ടതിന് ശേഷം നമ്മൾ ഫേസിൽ അപ്ലൈ ചെയ്യരുത്. ഫേസെല്ലാം നന്നായിട്ട് കഴുകിയതാണ് എങ്കിൽ കൂടി ഒന്നുകൂടി ഒന്ന് തുടച്ചിട്ടുണ്ട്. നല്ല രീതിയിലൊന്ന് തുടച്ചു. ഇനി നമുക്കിതൊന്ന് അപ്ലൈ ചെയ്യാം. ഇത് അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ മസാജ് ചെയ്ത് തന്നെ വേണം അപ്ലൈ ചെയ്യാനായിട്ട്. അപ്ലൈ ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മൾ മസാജ് ചെയ്യുക. മുകളിലേക്ക് തന്നെ മസാജ് ചെയ്യണം. ഇത് നമുക്ക് കണ്ണിൻ്റെ സൈഡിലെല്ലാം താഴെയൊക്കെ നമുക്ക് തേച്ച് കൊടുക്കാം. പക്ഷേ കണ്ണിൻ്റെ താഴെ നമ്മൾ നല്ല രീതിയിൽ മസാജ് ചെയ്യരുത്. മസാജ് ചെയ്യാതിരിക്കാൻ ശ്രമിക്കണം. കാരണം കണ്ണിൻ്റെ തൊട്ട് താഴെയുള്ള സ്കിൻ ഒട്ടും കട്ടിയില്ലാത്ത സ്കിന്നാണ്. അതുപോലെ തന്നെ അവിടെയുള്ള നരമ്പുകളും ഒട്ടും കട്ടിയില്ലാത്ത കുഞ്ഞു നരമ്പുകളാണ്, ചെറിയ ചെറിയ നരമ്പുകളാണ്. അത് നമ്മൾ ഇങ്ങനെ നന്നായിട്ട് ഇങ്ങനെയൊക്കെ, കാരണം ഇതിൽ അരിപ്പൊടി ഉണ്ടായതുകൊണ്ട് തന്നെ ഇത് നമ്മൾ ചെറിയൊരു തരിതരിപ്പ് കാണും. അപ്പോൾ അങ്ങനെ മസാജ് ചെയ്യുന്ന സമയത്ത് ആ നരമ്പുകൾക്ക് കേടുപാടുകൾ പറ്റാനായിട്ട് കാരണമാകും. അതുകൊണ്ട് തന്നെ ഒരു കാരണവശാലും നമ്മൾ കണ്ണിൻ്റെ താഴെയൊന്നും ഇത് തേച്ചതിന് ശേഷം മസാജ് ചെയ്ത് കൊടുക്കരുത്. അല്ലാതെ നമുക്ക് മസാജ് ചെയ്യാം. മസാജ് ചെയ്ത് ഫേസിലെല്ലാം നല്ല രീതിയിൽ മസാജ് ചെയ്ത് കൊടുക്കുക. ഇത് നമുക്കൊരു 4-5 ദിവസത്തേന് തന്നെ ഫ്രിഡ്ജിൽ വെച്ച് സൂക്ഷിച്ച് ഉപയോഗിക്കാവുന്നതാണ്. നിങ്ങളിത് അപ്ലൈ ചെയ്യുന്ന സമയത്ത് കഴുത്തിലും കൂടി അപ്ലൈ ചെയ്യാനായിട്ട് ശ്രമിക്കും. ഞാനിപ്പോൾ കഴുത്തിലൊന്നും അപ്ലൈ ചെയ്യുന്നില്ല. ആയിട്ട് നമ്മൾ ഉപയോഗിക്കുമ്പോൾ ഇത് സ്ഥിരമായിട്ട് നമ്മൾ ഇങ്ങനെ ഉപയോഗിക്കുകയാണ്. കഴുത്തിൽ ഉപയോഗിക്കാതിരുന്നു കഴിഞ്ഞാൽ കഴുത്തും മുഖവും തമ്മിൽ കളർ വ്യത്യാസം വരും. അപ്പം ഞാൻ മുഖത്തെല്ലാം ഇത് അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒരു 8 മിനിറ്റ് നേരമൊക്കെ 8 മുതൽ 10 മിനിറ്റ് നേരം ഇത് ഫേസിൽ വെച്ചിരുന്നതിന് ശേഷം നമുക്ക് വാഷ് ചെയ്തതിന് ശേഷം വരാം. അപ്പോൾ നമ്മൾ മുഖമൊക്കെ നന്നായിട്ട് വാഷ് ചെയ്തിട്ട് വന്നതാണ്. നല്ല രീതിയിലുള്ള ഒരു റിസൾട്ട് തന്നെയാണ് നമുക്കുള്ളത്. കണ്ടോ, നല്ലൊരു മാറ്റം തന്നെയല്ലേ. ഫേസൊക്കെ നല്ല ഭംഗിയായിട്ടുണ്ട്. ഇതിൻ്റെ തുടർച്ചയായ ഉപയോഗം കൊണ്ട് തന്നെ നമുക്ക് മുഖമൊക്കെ നല്ല സൂപ്പർ ആവുന്നതിന് വളരെയധികം സഹായിക്കുന്ന ഒരു പാക്കാണ്.
അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാം യൂസ്ഫുള്ളായി കാണുമെന്ന് കരുതുന്നു. പുതിയൊരു വീഡിയോയുമായി വരുന്നതുവരേക്കും ബൈ ബൈ.